സെന്റിൽ 1220 സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും 3 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയറും ചെയ്ത് അതിസുന്ദരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തു. വിയറ്റ്നാം പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാബു ഷാഹിദ ദമ്പതികളുടെ മനോഹരമായ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ലോങ് ടൈപ്പിലുള്ള ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. തേക്ക് തടിയിലാണ് ഇവിടുത്തെ ഡോറുകളെല്ലാം കൊടുത്തിട്ടുള്ളത്, വിൻഡോസുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് തന്നെ ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് വരുമ്പോൾ വളരെയധികം സിമ്പിൾ ആയിട്ടാണ് ഇവിടുത്തെ ഇന്റീരിയറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനിഷ് കളറിലായിട്ടുള്ള സോഫ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വിൻഡോസ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടൻ എല്ലാം കൊടുത്തിട്ടുള്ളത് റോമൻ കർട്ടൻ ആണ്. അതുകൂടാതെ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, മൾട്ടിവുഡിലാണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലെല്ലാം ലൂവർ ടൈപ്പിലുള്ളതെല്ലാം കൊടുത്ത് ഓപ്പൺ ഷെൽഫ് എല്ലാം കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെയധികം സിമ്പിൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ ഒരു സൈഡാണ് ഈ വീടിന്റെ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള വാഷ് കൗണ്ടർ. ഈ വാഷ് കൗണ്ടറിന്റെ കൊടുത്തേക്കുന്ന കബോർഡുകളെല്ലാം അലുമിനിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ടഡ് ആയിട്ടുള്ള ബൗള് കൊടുത്തിട്ട് ബാക്കിലെല്ലാം ലൂവർ ടൈപ്പിലുള്ള ലാമിനേറ്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെസ്റ്റുകളെല്ലാം മേലേക്ക് കൊടുത്ത് GI പൈപ്പ് ടോപ്പ് വരെ, അതായത് നമ്മുടെ സ്റ്റെപ്പ് താഴെ ഭാഗത്തു നിന്നും മേലെ വരെ ടച്ച് ആവുന്ന രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ സ്റ്റെപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കയറി പോകുന്ന ഭാഗത്ത് തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും കടന്നു വരുന്ന ഒരു ഭാഗത്ത് തന്നെ ഒരു ഹൈഡിങ് സ്പേസ് പോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള നിഷ് എല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഭാഗം, അതായത് ഡൈനിങ് സ്പേസ്, ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും കൂടി പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു വാള് കൊടുത്തിട്ടുണ്ട്. ആ വാള് നമുക്കൊരു വാള് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള നിഷസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 6-4 സൈസിലുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും തന്നെ തടിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു നമ്മുടെ ഷോക്കേസുകളെല്ലാം പാർട്ടീഷൻ ചെയ്തിട്ട് അതിന്റെ പുറത്തും അലുമിനിയം ഫ്രെയിം, വിൻഡോ, വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു പാറ്റേൺ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് അയണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നിരത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വലിയ കഞ്ചക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫോൾഡിംഗ് ടൈപ്പിൽ ഒരു അയണിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ സിമ്പിൾ ആയിട്ടും ചെലവ് കുറഞ്ഞ രീതിയിലും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വീട് കൂടിയാണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇവിടെ തടിയിലാണ് കോട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ വാർഡ്രോബ്സ് എല്ലാം ചെയ്തേക്കുന്നത് അലുമിനിയത്തിലാണ്. അതുകൂടാതെ അതിന്റെ ഹാൻഡ് റെസ്റ്റുകളെല്ലാം വുഡൻ ടൈപ്പ് ഫിനിഷ് തന്നെ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UPVCയിലെല്ലാം ചെയ്ത് ലാമിനേറ്റ് എല്ലാം ചെയ്യുന്ന ലോങ് ടൈപ്പിൽ വുഡൻ ഹാൻഡിൽസ് കൊടുക്കുന്ന രീതിയിൽ അതേ ഒരു പാറ്റേൺ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് ടൈപ്പിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹാൻഡിൽസ് എല്ലാം വുഡൻ ടൈപ്പ് തന്നെ ഫോളോ ചെയ്തത് കൊണ്ട് ഇതിനൊരു അലുമിനിയം ചെയ്തതിന്റെ ഒരു പ്രത്യേകിച്ച് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും കൂടി കൊടുത്ത് ബാക്കിൽ ഒരു ലൂവേഴ്സ് എല്ലാം കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ ടൈപ്പിലുള്ള മെറ്റാലിക് ഫിനിഷിലുള്ള ഒരു ACP ഷീറ്റുകളെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന അലുമിനിയത്തിലുള്ള കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ലോഫ്റ്റുകളെല്ലാം പാക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ, അതായത് ഷോക്കേസ് എല്ലാം ഗ്ലാസ് ഫിനിഷിങ്ങിൽ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്ത് പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ട് അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കർട്ടൻസ് എല്ലാം ബ്ലൈൻഡ്സ് ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. അത് സുന്ദരമായ രീതിയിൽ തന്നെ ഒരു കുഞ്ഞു കിച്ചൺ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 12-10 സൈസിൽ തന്നെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിനകത്ത് പറയുകയാണെങ്കിൽ 5-6 സൈസിലുള്ള ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും തന്നെ വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് ചെയ്തിട്ടുള്ള കളർ ടോണ് വൈറ്റ് ടോണിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാർബിൾ ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഫേസ് വരുന്നത്. ഇതും അലുമിനിയം ഫിനിഷിങ്ങിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ബാക്കിലുള്ള ഒരു ലൂവർ എല്ലാം കൊടുത്ത് ഒരു മിറർ കൊടുത്ത് അതിന്റെ ബാക്കിൽ തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സുകളെല്ലാം കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളേഴ്സ് എല്ലാം ഒരുപോലെ തന്നെ
ആക്കിയത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് നമുക്ക് ഈ ബെഡ്റൂമും കൂടെ കാണാൻ സാധിക്കും. 25 ലക്ഷം രൂപയ്ക്ക് 1220 സ്ക്വയർ ഫീറ്റിൽ വർക്ക് തീർത്ത ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുത്തൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സദാ സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ഓരോ അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനിയും പുത്തൻ വിശേഷങ്ങളുമായി, പുത്തൻ കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.